സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്ത സർവകലാശാല വൈസ് ചാൻസലർമാർ കേരള MG മലയാളം സർവകലാശാല VC-മാരാണ് സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം ഉദയ കൺവെൻഷൻ സെന്ററിൽ RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിലാണ് VC-മാരും എത്തിയത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. റിനു, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അടക്കം നിരവധി ആക്ഷേപങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു കാലം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണല്ലോ സംഘപരിവാറിന്റെ പരിപാടിയിൽ VC-മാർ കൂട്ടത്തോടെ എത്തുന്നത്. അസിത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാറിന്റെ കാവ്യവൽക്കരണം സർവകലാശാലയിൽ നടക്കുന്നു എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഇതിനെതിരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് 3 വൈസ് ചാൻസലർമാർ ഇന്ന് RSSന്റെ ഔദ്യോഗിക പരിപാടിയിൽ, അതായത് സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന് പറയുന്ന ഉദയ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. RSSന്റെ സർസംഘ് ചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് ആയിരുന്നു ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണം എന്നുള്ളതാണ്. ഇതിന്റെ മുൻനിരയിൽ തന്നെയാണ് കേരള സർവകലാശാല VC ആയിട്ടുള്ള മോഹൻ കുന്നുന്മേൽ, അതുപോലെ തന്നെ MG സർവകലാശാല VC ഡോക്ടർ D മാവൂദ്, മലയാളം സർവകലാശാല VC CR പ്രസാദ് എന്നിവർ പങ്കെടുത്തത്. എന്തായാലും നിലവിൽ ഈ VC-മാർക്ക് എന്താണ് ഈ പരിപാടിയുടെ മുൻനിരയിൽ കാര്യം എന്നുള്ളതാണ് ഉയർന്നുവരുന്ന ചോദ്യം. നിലവിൽ ഇത് വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഒരു തരത്തിലും ഒരു മറുപടി ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാർ അടക്കം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ VC-മാർ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് വലിയ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യം. നിലവിൽ മാധ്യമങ്ങളെ പോലും കടത്തിവിടാതെ നടത്തിയ ഒരു പരിപാടി കൂടിയാണ് ഇത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിലക്ക് ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കേരള VC ഉൾപ്പെടെ ഉള്ളവർ ഈ പരിപാടിയിൽ RSSന്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് നിലവിൽ വിവാദമായിരിക്കുകയാണ്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.